ഇന്നലെ രാത്രി വൈകുവോളം അജുമായി സംസാരിച്ചത് കൊണ്ട് ബദ്രി ഇതുവരെ ഉറക്കമുണർന്നില്ല. അതിനിടയിൽ എഴുന്നേറ്റ് അജു ബാത്റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് മിയ പതിയെ ബദ്രിയുടെ മുറിയിലേക്ക് നടന്നു വന്നത്. കിടക്കയിൽ ശാന്തനായി ഉറങ്ങിക്കിടക്കുന്ന ബദ്രിയെ കണ്ടതും അവൾ അവിടെ തന്നെ നിന്നുപോയി. അവൾ അവൻ്റെ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കി നിന്നു. അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അജു ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നത്. മിയ അവിടെ പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് രണ്ടുപേരും പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്താ മിയ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അജു കൗതുകത്തോടെ ചോദിച്ചു. പെട്ടെന്നുണ്ടായ ചമ്മൽ മറക്കാനായി മിയ ഒന്ന് പരിങ്ങി. അത് പിന്നെ നിങ്ങൾ എഴുന്നേറ്റോ എന്ന് അറിയാൻ വെറുതെ ഒന്ന് നോക്കിയതാ. ഇവൻ ഇന്നലെ രാത്രി എന്നെ ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിച്ചിട്ടില്ല. എന്നിട്ടിപ്പോൾ ഇതാ സുഖമായി കിടന്നുറങ്ങുന്നു. അജു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ അധികം നേരം നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയ മിയ വേഗത്തിൽ നിന്നും പോയി. മിയ പോയെങ്കിലും അജുവിൻ്റെ ഉള്ളിൽ എന്തോ അവളുടെ പെരുമാറ്റം തീരെ ഇഷ്ടമായില്ല. അവനൊന്നും മിണ്ടാതെ മുറിയോട് ചേർന്നുള്ള ബാൽക്കണിയിലേക്ക് നടന്നു. അവിടുത്തെ ബീൻ ബാഗിലേക്ക് ചാരിയിരുന്നു. അവന് ബദ്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ആഴത്തിൽ ആലോചിക്കാൻ തുടങ്ങി. കേട്ടിടത്തോളം അച്ഛൻ നല്ലൊരു കുട്ടിയാണ്. ഇതുപോലൊരു പെൺകുട്ടിക്ക് മാത്രമേ ബദ്രിയെ മാറ്റിയെടുക്കാൻ കഴിയൂ. എന്നാൽ അവൻ്റെ മനസ്സിലെ ദേഷ്യവും വീണ്ടും വിചാരമില്ലാത്ത സ്വഭാവമൊക്കെ ഒന്ന് മാറും. ബദ്രി തൻ്റെ സ്റ്റാറ്റസിന് ചേർന്നവരോട് മാത്രമേ അവൻ കൂടുതൽ അടുക്കാറുള്ളൂ. ആരുടെയും കാര്യത്തിൽ ഇടപെടില്ല. ഒന്നും തന്നെ ബാധിക്കാത്ത മട്ടുള്ള പെരുമാറ്റം. എന്തൊക്കെ വന്നാലും അവൻ്റെ ഈ സ്വഭാവം ഞാൻ മാറ്റിയിട്ടേ അടങ്ങൂ, അജു മനസ്സിൽ ഉറപ്പിച്ചു. കുറേ നാളായി സമാധാനമായി ഒന്നുറങ്ങിയിട്ട് എന്ന് ഇന്നലെ ബദ്രി പറഞ്ഞത് അജുവിൻ്റെ ഓർമ്മയിൽ വന്നു. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കത്തിലായിരുന്ന ബദ്രിയെ വിളിച്ചുണർത്താൻ അജുവിന് തോന്നിയില്ല. മറുവശത്ത് സ്വന്തം വീട്ടിൽ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കും തോറും അച്ചുവിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങൽ അനുഭവപ്പെടുകയാണ്. താൻ ജനിച്ചു വളർന്ന ഈ വീടും അച്ഛനും അമ്മയും അനിയത്തിമാരുമെല്ലാം ഇനി തനിക്കൊരു വിരുന്നുകാരിയെ പോലെ വന്നു പോകാനുള്ള ഇടമായി മാറാൻ പോകുന്നു എന്ന ചിന്ത അവളെ കൂടുതൽ വിഷമപ്പെടുത്തി. അവൾ കുളിക്കാനായുള്ള ഡ്രസ്സും കയ്യിൽ പിടിച്ചുകൊണ്ട് മുറിയിലിരുന്ന് ഓരോന്ന് ആലോചിച്ച് വിഷമിക്കുമ്പോൾ അപ്പുറത്ത് അനിയത്തിമാരായ അമ്മുവും അനുവും ഇന്നത്തെ യാത്രയ്ക്ക് ഏത് ഡ്രസ്സാണ് ഇടേണ്ടത് എന്ന വലിയ ചർച്ചയിലാണ്. യാതൊരു സന്തോഷവും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന അച്ചുവിൻ്റെ അടുത്തേക്ക് അമ്മ ഓടി വന്നു. ചേച്ചി, എന്താ ഇത്? ഇതുവരെ കുളിക്കാൻ കയറിയില്ലേ? അമ്മ കണ്ട വഴക്ക് പറയൂട്ടോ. അനിയത്തിയുടെ ആ വാത്സല്യം നിറഞ്ഞ ശബ്ദം കേട്ടതും അച്ചുവിൻ്റെ ഉള്ളിലെ വിഷമം അണപൊട്ടി ഒഴുകി. അവൾ അമ്മുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ചേച്ചിയുടെ ഈ കരച്ചിൽ കണ്ടതും അമ്മുവിൻ്റെ കണ്ണുകളും അറിയാതെ നിറഞ്ഞു തുളുമ്പി. എന്താ ചേച്ചി ഇത്? എന്താ പറ്റിയേ? അമ്മു അവളെ ഒന്ന് അടക്കി പിടിച്ചു. അമ്മു അച്ചുവിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. അയ്യേ, എന്തിനാ എൻ്റെ ചേച്ചിക്കുട്ടി ഇങ്ങനെ സങ്കടപ്പെടുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്. ചേച്ചി ഇങ്ങനെ കരയുന്നത് കണ്ട അമ്മയ്ക്കും അച്ഛനും കൂടുതൽ സങ്കടമാകും. വേഗം പോയി കുളിച്ചിട്ട് വന്നേ, അമ്മു ശാന്തമായി പറഞ്ഞു. അനിയത്തിയുടെ ആ സ്നേഹത്തിന് മുന്നിൽ അച്ചു സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. അവൾ പതുക്കെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. സമയം നീങ്ങവേ രണ്ടു വീടുകളിലും യാത്രയ്ക്കുള്ള തിടുക്കവും ഒരുക്കങ്ങളും സജീവമായി തുടങ്ങി. രാത്രി 7 മണിക്ക് തന്നെ ഇവിടെ നിന്നും ഗുരുവായൂരിലേക്ക് തിരിക്കാനാണ് തീരുമാനം. അമ്പലത്തിനടുത്തായി എല്ലാവർക്കും തങ്ങാൻ വേണ്ടി മുൻകൂട്ടി തന്നെ ഒരു വലിയ ഹോട്ടൽ മുറികൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി യാത്ര ചെയ്തു ചെന്ന് അവിടെ വിശ്രമിച്ച് പിറ്റേന്ന് അമ്പലത്തിൽ പോയി താലികെട്ട് നടത്താനായിരുന്നു പ്ലാന്. ബദ്രിയുടെ വീട്ടിൽ എല്ലാവരും ചേർന്ന് വസ്ത്രങ്ങളും മറ്റും സാധനങ്ങളും ഒക്കെ ബാഗുകളിലാക്കുന്ന തിരക്കിലാണ്. അജുവും ബദ്രിയും യാത്രക്കുള്ള കാറുകൾ റെഡിയാക്കുന്ന കാര്യങ്ങൾ നോക്കി. ഇതൊക്കെ കണ്ടുകൊണ്ട് പുറമെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണെങ്കിലും മിയയുടെ ഉള്ളിൽ യാത്ര സമയം അടുക്കുംതോറും വല്ലാത്തൊരു മാനസിക വിഭ്രാന്തിയിലായിരുന്നു. അങ്ങനെ യാത്ര തിരിക്കാനുള്ള സമയമായി. ബദ്രിയുടെ വീട്ടിൽ വേണു തിടുക്കത്തോടെ ബഹളം വെച്ചുകൊണ്ടിരുന്നു. ഒന്ന് പെട്ടെന്നാവട്ടെ, എത്ര ദൂരം പോകേണ്ടതാ? എന്താ നിങ്ങൾ ഇതുവരെ റെഡി ആവാത്തെ? സൗമ്യേ, കുട്ടികളോട് വേഗം ഇറങ്ങാൻ പറ. എൻ്റെ വേണു, നീ ഇങ്ങനെ ബഹളം വെക്കാതെ, ഭവാനി അമ്മ ഉമ്മറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. വേണുവിൻ്റെ മക്കളായ ഷീനയും ശാലിനിയും ഡ്രസ്സൊക്കെ മാറി പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്നു. ഷീനയും അച്ചുവും പണ്ട് ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു അവൾ. അപ്പോഴേക്കും ബദ്രിയും അജുവും മിയയും മുകളിൽ നിന്നും ഡ്രസ്സ് മാറി താഴേക്ക് ഇറങ്ങി വന്നു. യാത്ര തിരിക്കുന്നതിന് തൊട്ട് മുൻപ് ബദ്രി പതുക്കെ പൂജാമുറിയിലേക്ക് നടന്നു. അവിടെ വെച്ചിരുന്ന തൻ്റെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ അവൻ കുറച്ചു നേരം കണ്ണുകൾ അടച്ചു നിന്നു. മനസ്സിലെ വിഷമങ്ങളും ഭാരങ്ങളും ഉള്ളിലൊതുക്കി അച്ഛൻ്റെ അനുഗ്രഹം തേടി അവൻ പ്രാർത്ഥിച്ചു. മറുവശത്ത് അച്ചുവിൻ്റെ കുടുംബത്തിന് അച്ഛനു വേണ്ടി പ്രത്യേകം സൗകര്യമുള്ള വണ്ടിയായിരുന്നു ഏർപ്പാടാക്കിയിരുന്നത്. അച്ഛാ, പതുക്കെ. അച്ചുവും സുമതിയും ചേർന്ന് അദ്ദേഹത്തെ സ്നേഹത്തോടെ കൈപിടിച്ച് കാറിലേക്ക് ഇരുത്തി. തൻ്റെ രോഗാവസ്ഥയെല്ലാം മറന്ന് സന്തോഷം കൊണ്ട് നിറഞ്ഞ മനസ്സുമായി ഭാസ്കരൻ വണ്ടിയിലിരുന്നു. മകളുടെ ഭാവി ഭദ്രമാകാൻ പോകുന്നു എന്ന ആശ്വാസം ആ അച്ഛൻ്റെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. ഭാസ്കരന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് വേഗത കുറച്ചും സൗകര്യപ്രദമായും അച്ചുവിൻ്റെ കുടുംബത്തിൻ്റെ കാർ മുന്നോട്ട് നീങ്ങി. ഇരു കുടുംബവും ഗുരുവായൂർ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ വെളിച്ചങ്ങൾ മിന്നിമറിയുന്ന വഴികളിലൂടെ ആ കാറുകൾ ഗുരുവായൂരിലേക്ക് കുതിക്കുകയാണ്.
അങ്ങനെ മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ഗുരുവായൂരിലെ ആ വലിയ ഹോട്ടലിൽ മുന്നിൽ ആദ്യം ബദ്രിയും കുടുംബവും സഞ്ചരിച്ച കാറുകൾ വന്നു നിന്നു. എല്ലാവരും കാറിൽ നിന്നിറങ്ങി ലഗേജുകളൊക്കെ എടുക്കുന്നതിനിടയിലാണ് അച്ചുവിൻ്റെ കുടുംബം സഞ്ചരിച്ച വണ്ടിയും ഹോട്ടൽ മുറ്റത്തേക്ക് കടന്നു വന്നത്. വണ്ടി വന്നതും വേണു മുന്നോട്ട് വന്ന് ഭാസ്കരനെ സ്നേഹത്തോടെ കൈപിടിച്ച് അദ്ദേഹത്തിനായി കരുതിയിരുന്ന വീൽ ചെയറിലേക്ക് ഇരുത്തി. ആ സമയത്തൊക്കെ മിയയുടെ കണ്ണ് അച്ചുവിനെ തിരയുകയായിരുന്നു. ബദ്രി കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടി ആരാണെന്നും നേരിട്ട് കാണാനുള്ള തിടുക്കത്തിലായിരുന്നു അവൾ. കാറിൻ്റെ വാതിൽ തുറന്ന് അച്ചു പുറത്തേക്ക് ഇറങ്ങിയതും മിയയുടെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു. മിയയുടെ ഉള്ളിൽ കടുത്ത അസൂയയും കുശുമ്പും ഇരച്ചു കയറി. നാട്ടിൻ പുറത്തുകാരിയായ ഒരു സാധാരണ പെൺകുട്ടിയാണെങ്കിലും അച്ചുവിനെ കാണാൻ ഒരു പ്രത്യേക ഐശ്വര്യവും ഭംഗിയും ഉണ്ടായിരുന്നു. അവളുടെ മുഖത്ത് വിരിഞ്ഞിരുന്ന ലാളിത്യം ആരുടെയും മനസ്സ് കവരുന്നതായിരുന്നു. അച്ചുറങ്ങിയതും ഷീന സന്തോഷത്തോടെ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. കുറേ നാളുകൾക്ക് ശേഷം തൻ്റെ പ്രിയ കൂട്ടുകാരിയെ കണ്ട സന്തോഷത്തിൽ അച്ചുവിൻ്റെ മുഖത്തും ചിരി വിരിഞ്ഞു. മോളെ, യാത്രയൊക്കെ സുഖമായിരുന്നു. ഭവാനി അമ്മയും സൗമ്യയും ഒക്കെ വാത്സല്യത്തോടെ അച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് വിശേഷങ്ങൾ ചോദിച്ചറിയുന്ന തിരക്കിലായി. ഇതൊക്കെ ദൂരെ നിന്ന് നോക്കി കാണുന്ന മിയയുടെ മുഖത്തേക്ക് ദേഷ്യം കനക്കുകയായിരുന്നു. ഹോട്ടലിന് മുന്നിൽ വെച്ച് എല്ലാവരും നല്ല സംസാരത്തിലാണ്. അച്ചുവിൻ്റെ കുടുംബത്തെ തങ്ങളിൽ ഒരാളായി അവർ ചേർത്തണച്ചു. അതിനിടയിലാണ് അച്ചുവിനെ അടുത്തേക്ക് പോകാതെ ദൂരെ മാറി നിൽക്കുന്ന ബദ്രിയെ അജു ശ്രദ്ധിച്ചത്. അവനൊട്ടും വൈകാതെ അച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു വന്ന് സ്വയം പരിചയപ്പെടുത്തി. ഹായ്, ഞാൻ അജ്മൽ. അജു ബദ്രിയുടെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അജു പുഞ്ചിരിയോടെ പറഞ്ഞു. ഹായ്. അച്ചുവും പതിഞ്ഞ ശബ്ദത്തിൽ പുഞ്ചിരിയോടെ തിരിച്ചും സംസാരിക്കാൻ തുടങ്ങി. അജു അച്ചുവിനോട് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് മിയ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആർക്കും തന്നോടൊരു സംശയം തോന്നാതിരിക്കാൻ ഉള്ളിലെ ദേഷ്യവും അസൂയവും മറച്ചുവെച്ച് ഒരു വരുത്തി വെച്ച പുഞ്ചിരിയോടെ അവളും അച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ മിയ, ഇവരുടെ ഫ്രണ്ടാണ്. അവൾ വളരെ സ്നേഹം നടിച്ചുകൊണ്ട് അച്ചുവിന് കൈ നൽകി. അപ്പോഴേക്കും റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി വേണു അങ്ങോട്ട് വന്നു. എന്താ ഇത്? എല്ലാവരും ഇവിടെ തന്നെ നിൽക്കാനാണോ പ്ലാൻ? വാ, എല്ലാവരും വേഗം റൂമിലേക്ക് പോയി ഫ്രഷ് ആവ്. രാത്രി ഒരുപാട് വൈകി. വേണു എല്ലാവരെയും റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരും അവരവർക്ക് അനുവദിച്ച മുറികളിലേക്ക് കയറി തുടങ്ങി. എങ്കിലും ബദ്രി മാത്രം ഇതൊന്നും അറിയാത്ത മട്ടിൽ കുറച്ചു മാറി നിൽക്കുന്നത് അജു ശ്രദ്ധിച്ചു. അവൻ പതിയെ ബദ്രിയുടെ അടുത്തേക്ക് ചെന്നു. എടാ, നീ എന്തെങ്ങനെ നിൽക്കുന്നത്? ആ കുട്ടിയെ ഒന്ന് നോക്കി ചിരിക്കെങ്കിലും ചെയ്യേ, അജു അവനെ ഉപദേശിക്കുന്ന മട്ടിൽ പറഞ്ഞു. ബദ്രി ദീർഘനിശ്വാസത്തോടെ അജുവിനെ നോക്കി. എടാ അജു, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ, എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലടാ. നീ ഇത് അമ്മയോട് നേരത്തെ പറയണമായിരുന്നു. അജു ശാന്തമായി പറഞ്ഞു. ഏതൊരമ്മമാരും സ്വന്തം മക്കളുടെ സന്തോഷത്തിനൊപ്പമല്ലേ നിൽക്കൂ. നിങ്ങൾ അമ്മയും മകനും പോലെ ഒന്നുമല്ലല്ലോ പെരുമാറുന്നത്. നല്ല രണ്ട് കൂട്ടുകാരെ പോലെയല്ലേ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതല്ലേ. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചത് നീ തന്നെയാണ് ബദ്രി. നിന്റെ ഉള്ളിലെ ആ ചിന്താഗതിയാണ് അമ്മ എന്ത് വിചാരിക്കുമെന്ന് വെറുതെയുള്ള തോന്നൽ. ബദ്രി ഒന്നും മിണ്ടാതെ വിദൂരത്തേക്ക് നോക്കി നിന്നു. ഞാൻ അച്ചുവിനെ എങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരട്ടെ? നീ ഒന്ന് സംസാരിക്ക്, അജു ചോദിച്ചു. വേണ്ട വേണ്ട, ബദ്രി പെട്ടെന്ന് തടഞ്ഞു. ഞാൻ മെല്ലെ പറഞ്ഞോളാം. പറഞ്ഞാൽ മതി. അജു പറഞ്ഞു തീരുമ്പോഴേക്കും അവനിക്കൊരു ഫോൺ കോൾ വന്നു. ഇതെല്ലാം മാറി നിന്ന് മിയ കാണുന്നുണ്ടായിരുന്നു. അജു വരാന്തയിൽ നിന്നും മാറിയ ആ സമയം മിയ ബദ്രിയുടെ അടുത്തേക്ക് പതിയെ ചേർന്നു നിന്നു. അവൻ തിരിഞ്ഞു നടക്കുന്നതിനു മുൻപ് തന്നെ അവൾ അവൻ്റെ കൈകളിൽ മൃദുവായി കോർത്തു പിടിച്ചു. മുഖത്ത് വളരെ സ്നേഹവും അനുകമ്പയും വരുത്തി വെച്ചുകൊണ്ട് അവൾ സംസാരം തുടങ്ങി. ബദ്രി, നീ ഒന്നും എന്നോട് വിളിക്കേണ്ടതില്ല. ഒരു നല്ല കൂട്ടുകാരിയെ പോലെ അവൾ പറഞ്ഞു. ഞാൻ വന്നിറങ്ങിയപ്പോൾ മുതൽ കാണുന്നതാ നിന്റെ ഈ വിഷമം. നീ ആകെ ഡിസ്റ്റർബാണെന്ന് എനിക്ക് നന്നായി അറിയാം. ബദ്രി ഒരു ദീർഘശ്വാസം എടുത്ത് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല മിയ. എന്നിട്ടാണോ നിന്റെ മുഖം ഇത്രയും മങ്ങിയിരിക്കുന്നത്? മിയ അവൻ്റെ കൈകളിൽ പിടിച്ച് സാന്ത്വനിപ്പിക്കുന്ന മട്ടിൽ തുടർന്നു. എടാ, നമ്മൾ എത്ര വർഷത്തെ ബെസ്റ്റ് ഫ്രണ്ട്സാ. നിന്റെ മനസ്സ് വായിക്കാൻ എനിക്ക് കഴിയില്ലേ? നിനക്ക് ഈ കല്യാണത്തിന് പൂർണ്ണ സമ്മതമില്ലെന്ന് നിന്റെ ഈ നിൽപ്പ് കണ്ടാൽ എനിക്കറിയാം. എന്താ കാര്യം? എന്നോട് പറഞ്ഞൂടെ? ഞാൻ നിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരിയല്ലേ? എനിക്കറിയില്ല മിയ. ബദ്രി തൻ്റെ മനസ്സ് തുറക്കാൻ തുടങ്ങി. അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു പേടി. എനിക്ക് കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലാകും ബദ്രി. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി മിയ സംസാരിക്കാൻ തുടങ്ങി. ഇത്രയും വലിയൊരു കാര്യം ചെയ്യുമ്പോൾ ആരായാലും ഒന്ന് ഭയപ്പെടും. പ്രത്യേകിച്ച് നിന്റെ മനസ്സിലില്ലാത്തൊരു പെൺകുട്ടിയെ ജീവിത പങ്കാളിയാക്കുമ്പോൾ. നിനക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനും എന്താവശ്യമുണ്ടെങ്കിലും നിനക്ക് എന്നെ വിളിക്കാം ബദ്രി. ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, നല്ലൊരു ഫ്രണ്ടായിട്ട്. തൻ്റെ ഉള്ളിലെ നിസ്സഹായത മനസ്സിലാക്കുന്ന ഒരു നല്ല സുഹൃത്താണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ബദ്രി ഉറച്ചു വിശ്വസിച്ചു. പോയി റെസ്റ്റ് എടുക്ക്, നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ? മിയ പറഞ്ഞതും ബദ്രി മുറിയിലേക്ക് നടന്നുപോയി. അവൻ അകത്തേക്ക് കയറിയതും മിയയുടെ മുഖത്തെ ആ സൗമ്യത അപ്രത്യക്ഷമായി.
പകരം അവളുടെ മുഖത്ത് ഒരു ദുരൂഹമായ കള്ളച്ചിരി വിരിഞ്ഞു. ഒരു നല്ല ഫ്രണ്ടായി നിന്റെ മനസ്സിൽ കയറിപ്പറ്റിയാൽ പിന്നെ നിന്നെ എൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ എനിക്ക് അധിക സമയം വേണ്ടി വരില്ല ബദ്രി, മിയ മനസ്സിൽ ഉറപ്പിച്ചു. മിയ വളരെ തന്ത്രപരമായി ബദ്രിയുടെ മനസ്സിലേക്ക് കയറിപ്പറ്റാൻ ശ്രമിക്കുകയാണ്.